ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പറ്റുന്നത് മാരുതി സുസുക്കി ഓമിനി MD-FI വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ നമ്മൾ ടോ ചെയ്ത് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ എൻജിൻ ക്രാങ്കൊക്കെ ആവുന്നുണ്ട്, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ടോ നോക്കാം. ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ മീറ്ററിനകത്ത് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇഗ്നീഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. വണ്ടി ന്യൂട്രലാണ്. നമ്മളൊക്കെ ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. ക്രാങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നു. ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ റിലേ അടിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ പമ്പിൻ്റെ റിലേയും BCM റിലേ ഒക്കെ അടിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ റിലേ കറക്റ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫ്യൂവൽ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ ഫ്യൂവൽ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഫ്യൂവലിൻ്റെ പൈപ്പിൽ ഫ്യൂവൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് നോക്കേണ്ടത് ഇതിൻ്റെ പമ്പിൻ്റെ കണക്ഷനിൽ കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഫ്യൂവൽ പമ്പിൻ്റെ ഭാഗത്തോട്ട് പോകാം. ടാങ്കിൻ്റെ ഭാഗത്തോട്ട് പോയിട്ട് വയറിങ്ങിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ കറണ്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വണ്ടിക്കടിയിൽ ടാങ്കിൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്ന ലൈനാണ് ഇതിൻ്റെ പമ്പിലോട്ട് പോകുന്ന ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കറണ്ട് വരുന്നുണ്ടോ നമുക്ക് മെയിനായിട്ട് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ സോക്കറ്റ് ഒന്ന് ഊരിയെടുക്കാം. ആ സോക്കറ്റ് ഊരിയെടുക്കാനായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോക്കറ്റ് സിമ്പിളായിട്ട് ഊരി എടുക്കാനായിട്ട് സാധിക്കേണ്ട. ഈ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് തള്ളുക. തള്ളിക്കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടെസ്റ്റ് ലാമ്പ് ഇതിനുള്ളിൽ വെച്ചിട്ട് ഇതിനകത്ത് നിന്ന് കറണ്ട് വരുന്നുണ്ടോ എന്ന് മെയിനായിട്ട് നമുക്ക് നോക്കാം. പമ്പിലോട്ട് വരുന്ന മെയിൻ ലൈനിൽ ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരറ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബൾബ് കത്തുന്നുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ചാവി ഓൺ ചെയ്തേ. ഇപ്പോൾ ചാവി ഓൺ ചെയ്തിട്ടുണ്ട്, കട്ട് ഓഫ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ചാവി ഓൺ ചെയ്തേ. അപ്പോൾ ലൈൻ വരുന്നുണ്ട്, കട്ട് ഓഫ് ആവുന്നുണ്ട്. ഒന്നുകൂടെ ഓണാക്കിയേ. ലൈൻ വരുന്നുണ്ട്, കട്ട് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ലൈൻ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഈ ലെഗിൽ പോസിറ്റീവ് ലൈൻ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് എർത്ത് വല്ലതും മിസ്സിങ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് എർത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ ഒരു കാര്യം ചെയ്യാം. കാരണം ഈ പോസിറ്റീവ് ലൈനിൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത പോസിറ്റീവ് ലൈനിൽ നമുക്കൊരു സേഫ്റ്റി പിന്നോ മുട്ടുസൂചിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് അതിൽ നമുക്കൊരു പോസിറ്റീവ് എടുത്തിട്ട് എർത്ത് വരുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കാം. നമ്മളിപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റ് ലാമ്പ് ഇതിൽ കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് കീ ഓൺ ചെയ്ത് നോക്കാം. നെഗറ്റീവ് ലൈൻ വരുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന് ചാവി ഓണാക്കിയേ. ചാവി ഓണാക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ലൈനും സപ്ലൈയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഒന്നുകൂടെ ഓഫ് ചെയ്ത് ഓണാക്കിയേ. ഇവിടെ നെഗറ്റീവ് ലൈൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ കട്ട് ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ലൈനാണ് കട്ട് ഓഫ് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് ലൈനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. നമ്മൾ സോക്കറ്റ് നോക്കി, പോസിറ്റീവ് ലൈനും നോക്കി, അതുപോലെ തന്നെ നെഗറ്റീവ് ലൈനും നോക്കി. അപ്പോൾ നെഗറ്റീവ് ലൈനും വരുന്നുണ്ട്, പോസിറ്റീവ് ലൈനും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോട്ടർ നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടാങ്കും കാര്യങ്ങളും ഓസും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് നമുക്ക് അഴിച്ചെടുക്കാം. MD-FI വണ്ടികളിലേക്ക് ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ ടാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മൂളിച്ച കേൾക്കേണ്ടതാണ്. ഒരു എന്നുള്ള ഒരു മൂളിച്ച. കാരണം ആ മൂളിച്ച കേൾക്കാത്തതുകൊണ്ടാണ് നമ്മൾ ലൈനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തത്. പക്ഷേ റിലേയുടെ ഭാഗത്ത് നമുക്ക് ടിക് ടിക് സൗണ്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കറണ്ടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോട്ടർ കംപ്ലൈൻറ്റ് ആവാനായിരിക്കണം ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് നമുക്ക് ഇറക്കിയിട്ട് മോട്ടറിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മോട്ടർ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്ന മോട്ടർ. ഇതാണ് ഇതിൻ്റെ ഫ്യൂൽ പമ്പ് അസംബ്ലി വരുന്നത്. അപ്പോൾ ഇതിനുള്ളിലാണ് ഇതിൻ്റെ മോട്ടർ. ഇതിൻ്റെ ഫിൽറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പൊടിഞ്ഞ് ആകെ കുളമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഫുള്ള് ദ്രവിച്ച് നമ്മൾ തൊടുമ്പോൾ തന്നെ ഈ ഫിൽറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ദ്രവിച്ച് വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം നമുക്ക് മാറണം. അപ്പോൾ പമ്പിന് കംപ്ലയിൻ്റ് ഉണ്ടോ എന്നാണ് നമുക്ക് മെയിനായിട്ട് നോക്കണം. കാരണം കറണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഫ്യൂൽ പമ്പിൽ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാം. മോട്ടർ ഇങ്ങോട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാം.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോട്ടറാണ് ഊരി എടുക്കേണ്ടത്. നമ്മൾ കറണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് കറണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, എർത്തും കാര്യങ്ങളും കറക്റ്റാണ്. അപ്പോൾ ഈ ലോക്ക് അഴിച്ചിട്ട് നമുക്ക് ഈ മോട്ടർ ഇങ്ങോട്ട് ഊരി എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ 3 ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് അഴിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ടൊന്ന് പെതുക്കെ തിക്കി എടുക്കുക. നമ്മൾ ഓവറായിട്ട് തിക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്യൂൽ മോട്ടർ അസംബ്ലി ഉൾപ്പെടെ മേടിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പെതുക്കെ തിക്കി എടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഭാഗം ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. ഫുള്ള് ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മോട്ടർ ഫുള്ളായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഇതിൻ്റെ ഫിൽറ്റർ ഊരിയെടുക്കാം. ഈ ഫിൽറ്റർ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ താഴോട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ മോട്ടർ നമുക്ക് സിമ്പിളായിട്ട് ഊരി താഴോട്ട് വരും. അപ്പോൾ അതിന് ഇവിടെ ഒരു പൈപ്പും കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ലോക്ക് അഴിച്ചെടുക്കാം. ഇതും ഈ പറഞ്ഞ പോലെ ജസ്റ്റ് കെയർഫുള്ളായിട്ട് തന്നെ അഴിച്ചെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ ആ ലോക്കും അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ മോട്ടർ ഫുള്ളായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്ലിപ്പാണ് അഴിച്ചെടുക്കുക. അപ്പോൾ ക്ലിപ്പ് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ ഈ ഭാഗത്തായിട്ടൊന്ന് പ്രസ് ചെയ്ത് വിടുക. പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലിപ്പ് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ സോക്കറ്റ് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി മോട്ടറിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മോട്ടർ സിമ്പിളായിട്ട് ഊരി വരും. അപ്പോൾ മോട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വാഷറിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനുള്ളിൽ ഒരു വാഷർ വരുന്നുണ്ട്. ഇത് ഊരി താഴെങ്ങാനും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ പുതിയ മോട്ടർ ഇടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി മോട്ടർ വർക്ക് ചെയ്യും, പക്ഷേ റിട്ടേൺ ഫ്യൂവൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ മോട്ടർ നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മെയിനായിട്ട് നോക്കണം. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് നമുക്കിതിൻ്റെ മോട്ടർ വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് ഇത് ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പൂർണ്ണമായിട്ടും തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളുമാണ്. ഓക്കെ, എന്തായാലും നമുക്കിത് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ബാറ്ററിയിൽ 2 ലൈന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മോട്ടറിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുക്കുമ്പോൾ ഒരു ഫീലും കിട്ടുന്നില്ല, മീൻസ് ഈ മോട്ടർ പോയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴയ മോട്ടർ. നമ്മൾ സ്പാർക്ക് ചെയ്ത് നോക്കുകയും വർക്ക് ചെയ്യാൻ മീൻസ് ഇത് നോക്കിയാലേ മനസ്സിലാവും ഫുള്ളായിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളുമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ മോട്ടർ ബാറ്ററിയിൽ വർക്ക് ചെയ്യിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെള്ളത്തിലൊരു 5 മിനിറ്റെങ്കിലും ഇട്ടിട്ട് നോക്കുക. വെള്ളത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടൊക്കെ മോട്ടർ നോക്കുക. ഇല്ലെങ്കിൽ ഇതിനകത്ത് പെട്രോൾ കാണും. നമ്മൾ സ്പാർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഇത് പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ പുതിയ മോട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ മോട്ടറിൽ നമ്മൾ ഇട്ടേക്കുന്നത് അതിൻ്റെ പഴയ മോട്ടറിൻ്റെ ആ ഒരു ക്ലിപ്പ് തന്നെയാണ് ഇതിലും നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. സെയിം മോട്ടർ തന്നെയാണ്, അതിൻ്റെ നീളവും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫിൽറ്റർ നമ്മൾ പുതിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിൽറ്ററിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ലോക്ക് വരും. അതായത് നമ്മൾ ഫിൽറ്റർ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഈ ലോക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇടേണ്ടത്. നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ ലോക്കോ കാര്യങ്ങളോ ഒന്നും അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് മോട്ടറിൻ്റെ കണക്ഷനും കാര്യങ്ങളും കൊടുക്കാം. ഇനി നമുക്ക് ഈ മോട്ടർ കയറ്റി വെക്കാം. മോട്ടർ കയറ്റിയപ്പം ഈ വാഷർ താഴെ ഊരി പോയിട്ടുണ്ടോ എന്ന് മെയിനായിട്ട് നോക്കണം. ഇത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ പ്രഷർ കിട്ടില്ല, പിന്നെയും വണ്ടി സ്റ്റാർട്ടാവാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇതിനുള്ളിലോട്ട് കയറ്റി വെച്ചു. ഇതിനുള്ളിൽ കറക്റ്റ് സോക്കറ്റിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കുക, പ്രസ് ചെയ്യുക. ഇപ്പോൾ ഫുള്ളായിട്ട് ഇതിനുള്ളിൽ വീണ് കിടപ്പുണ്ട്.
ഇനി നമുക്കിതിൻ്റെ സോക്കറ്റ് കൊടുക്കാം. സോക്കറ്റ് കൊടുക്കാൻ ശകലം ബാക്കിലോട്ട് വലിക്കുക. സോക്കറ്റ് കയറ്റി വെച്ചു. ഫുള്ള് പ്രസ് ചെയ്യുക. മോട്ടർ ഇപ്പോൾ സോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പ്രസ് ചെയ്തിട്ടുണ്ട്, സൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് വെക്കുക, കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കപ്പാണ് ഇടേണ്ടത്. കപ്പിൻ്റെ ഒരു ഭാഗം വെട്ട് വരുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും ഇതിൻ്റെ കപ്പ് വരുന്നത്. 3 ലോക്കിൻ്റെ ഭാഗം കറക്റ്റാണോ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ മാത്രം പ്രസ് ചെയ്ത് കയറ്റുക, ഇല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ലോക്ക് വീണിട്ടുണ്ട്, ഈ ലോക്ക് വീണിട്ടുണ്ട്, ഈ ഭാഗത്തെ ലോക്ക് വീണിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫിൽറ്ററാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ നമ്മൾ ഈ ഒരു പൊസിഷനിലായിരിക്കും കയറ്റി വെക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക് ഇതിന് ഇല്ലായിരുന്നു, ചെറിയ ലോക്ക് ഈ ഫിൽറ്ററിൻ്റെ. അപ്പോൾ അത് നമുക്കിടാം. ഇത് പുതിയതിൽ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഭാഗത്തായിട്ട് ലോക്ക് കറക്റ്റ് കയറ്റി വെച്ചിട്ട് കറക്റ്റ് ഒരു ബോക്സ് എടുത്തിട്ട്, ചെറിയൊരു ബോക്സ് എടുത്തിട്ട് ജസ്റ്റ് ആ ലോക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് ഇങ്ങനെ പിടിച്ചാൽ അത് കയറുന്ന ഒരു ബോക്സ് വെച്ചിട്ട് മുട്ടിയെടുക്കുക. മുട്ടിക്കുമ്പോൾ ലോക്ക് കറക്റ്റ് ഇതിൽ കയറി വീണേക്കുന്നത് കാണാനായിട്ട്. നേരത്തെ ഈ ലോക്ക് ഇതിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കപ്പാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് വരുന്നൊരു കപ്പ്. അതിൻ്റെ കൂടാതെ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ടൊരു റബ്ബർ വരുന്നുണ്ട്. ആ റബ്ബർ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ റബ്ബറും കാര്യങ്ങളൊക്കെ ഡാമേജ് ആണ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് റബ്ബർ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല, അസംബ്ലി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ റബ്ബർ തന്നെയാണ് നമ്മൾ ഇടുന്നത്. കസ്റ്റമർ പറഞ്ഞത് അസംബ്ലി മാറേണ്ട, മോട്ടർ മാത്രം മാറിയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ റബ്ബർ നമ്മളിപ്പോൾ കയറ്റിയിട്ടു. അതിന് ശേഷം ഈ ലോക്ക് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫുള്ളായിട്ടിത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ബാറ്ററി കൊടുത്തിട്ട് ഇഗ്നീഷനിൽ വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. ഈ മോട്ടർ പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ ലൈന് ഇതിൽ കൊടുത്തിട്ടുണ്ട്, മോട്ടറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കാം. ഒന്ന് ഓൺ ചെയ്താൽ ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ ഇത് ഇപ്പോൾ മൂളിച്ച കേട്ടതാണ്. ഇത് ഇപ്പോൾ കട്ട് ഓഫ് ആയിട്ട് ഓഫ് ചെയ്ത് ഓണാക്കണ്ട. കാരണം ഇത് നമ്മൾ കുറേ നേരം ഓണാക്കി നോക്കരുത്. കാരണം ഇത് ഓണാക്കി നോക്കി കഴിഞ്ഞാൽ മോട്ടർ പെട്ടെന്ന് പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളും, കാരണം ഇതിനകത്ത് ഫ്യൂവൽ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടോയെന്ന് നോക്കാം. ടാങ്കും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് നമ്മളിപ്പോൾ ടാങ്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടിക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇഗ്നിഷൻ ഓൺ ചെയ്തു. ഓൺ ചെയ്യുമ്പോൾ തന്നെ ആ റിലേ അടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ആ പമ്പിൻ്റെ മൂളിച്ച് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത പക്കയായിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ വണ്ടി നമ്മൾ ചാവി ഓണാക്കുമ്പം ആ ഒരു മൂളിച്ച കേൾക്കുന്നില്ല. ഇപ്പോൾ ആ മൂളിച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. വേറെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ മാരുതി സുസുക്കി ഒമിനിയുടെ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. നമ്മൾ കണ്ടാണ് മോട്ടറിൽ കറണ്ട് വരുന്നുണ്ട്, റിലേയും കാര്യങ്ങളൊക്കെ ടക്ക് അടിക്കുന്നതും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ മോട്ടറിൻ്റെ മൂളിച്ച് കേൾക്കുന്നില്ല. നമ്മൾ മോട്ടറിൽ കറണ്ട് നോക്കിയപ്പോൾ എർത്തും വരുന്നുണ്ട്, പക്കയായിട്ട് പോസിറ്റീവും പക്കയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ മോട്ടർ നോക്കിയപ്പോൾ ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളുമായിരുന്നു. മോട്ടർ ശരിക്കും പറഞ്ഞാൽ അത് അസംബ്ലി മാറേണ്ട കണ്ടീഷനാണ്. നമ്മൾ മോട്ടർ മാത്രമാണ് ഇപ്പോൾ മാറ്റി വിട്ടേക്കുന്നത്. മോട്ടർ മാറ്റി വിട്ടപ്പോൾ നമ്മൾ മൂളിച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ചാവി ഓൺ ആക്കി ഇട്ടിട്ട് നമ്മൾ ആ ഒരു മൂളിച്ച കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റിലേയുടെ കംപ്ലയിൻറ്റ് കൊണ്ടുവരാം, ഇല്ലെന്നുണ്ടെങ്കിൽ മോട്ടർ, അല്ലെന്നുണ്ടെങ്കിൽ വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് ഈ ഒരു പ്രശ്നം സംഭവിക്കും. അല്ലെങ്കിൽ ഫ്യൂസോ കാര്യങ്ങൾ പോയാലും ഇത് സംഭവിക്കാം. ഇംപ്ലിഫൈ വണ്ടിയിൽ ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂളിച്ച കേൾക്കണം. മൂളിച്ച് കേട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫ്. ആ മൂളിച്ച കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അടിച്ച് ബാറ്ററി കളയേണ്ട ആവശ്യമില്ല, വണ്ടി സ്റ്റാർട്ട് ആകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് നോക്കി വിടുക. അപ്പോൾ മാരുതി സുസുക്കി ഒമിനി MPFI വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.